പ്രകൃതി ശക്തികളെ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു മിഥ്യാസങ്കല്പമാണ് ഈശ്വരൻ. അല്ലാതെ ഈശ്വരനൊന്നുമില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളത്തെ ഹെഡ് ടീച്ചറോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും അവസാനം മാസ്റ്റർ വാദിച്ച് നിൻ്റെ മുമ്പിൽ ജയിക്കാൻ എനിക്ക് കഴിയില്ല, പക്ഷേ നീ ഈശ്വരൻ അംഗീകരിക്കുന്ന ഒരു കാലം വരും. സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ തീരുമാനമല്ല. ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് ആ ഒരു തീരുമാനത്തിലൂടെ സംഭവിക്കുക. സന്യാസം എന്ന് മാത്രമല്ല, ഏതൊരവസ്ഥയിലേക്ക് നമ്മൾ ജീവിതത്തെ നയിക്കുന്നത് അങ്ങേയറ്റം ആലോചിച്ചു, വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചു, താൻ അതിന് അധികാരിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവിധ കാമ്യകർമ്മങ്ങളുടെയും യാഗം, അതാണ് ശരിക്കും പറഞ്ഞാൽ സന്യാസം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ഈ സന്യാസം സ്വീകരിക്കാൻ ഹേതുവാകാൻ? എന്തിനാണ് കുടുംബജീവിതം? എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? പൂ വിടരുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് വിടരുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? ആരാണത് ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ ധാരാളം റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ പുളി മരങ്ങളാണ്. അതിൻ്റെ ഇല പറിക്കുക, കഴിക്കുക, വെള്ളം കുടിക്കുക. ഭിക്ഷ എടുക്കണം എന്നുള്ളൊരു ഇതുമില്ല, ഭിക്ഷ എടുക്കാൻ അറിയേയില്ല അക്കാലത്ത്. പിന്നെ ഇലകൾ വേറെ കിട്ടുന്നതൊക്കെ കഴിക്കും, വെള്ളം കുടിക്കും. ഇങ്ങനെ സഞ്ചരിച്ചു. ഒരുപാട് പറയാനുണ്ട്. സ്വാമിജി നമസ്തേ. 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 സ്വാമിജി, സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ തീരുമാനമല്ല. ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് ആ ഒരു തീരുമാനത്തിലൂടെ സംഭവിക്കുക. വളരെ ചെറിയ പ്രായത്തിൽ സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. എങ്ങനെയായിരുന്നു ആ തീരുമാനം എടുക്കാനുണ്ടായ പ്രധാന കാരണം? നമ്മുടെ ജീവിതത്തിൽ സന്യാസം എന്ന് മാത്രമല്ല, ഏതൊരവസ്ഥയിലേക്ക് നമ്മൾ ജീവിതത്തെ നയിക്കുന്നതും അങ്ങേയറ്റം ആലോചിച്ചു, വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചു, താൻ അതിന് അധികാരിയാണോ എന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ്. ഒരാൾ വിദ്യാഭ്യാസകാലം കഴിഞ്ഞു, വിവാഹം കഴിക്കുന്നു. ചെറിയ വിഷയമല്ല. വലിയൊരു ഉത്തരവാദിത്വം എടുക്കാനുള്ള, എന്തിനാണ് കുടുംബജീവിതം, എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയായിരിക്കണം ഒരാൾ വിവാഹം കഴിക്കുന്നത്. പറഞ്ഞത് എന്താ വെച്ചാൽ, സന്യാസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അങ്ങേയറ്റം വിചാരം ചെയ്ത് അതിൻ്റെ വരും വരായികകൾ ചിന്തിച്ച് എന്നിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എങ്കിൽ ഒരു ജീവിതത്തിൽ സന്യാസമാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വളരെയധികം വിചാരവും, ശാസ്ത്രീയമായി പറഞ്ഞാൽ അധികാരി നിരൂപണം എന്ന് വെച്ചാൽ താൻ അതിന് അധികാരിയാണോ എന്നുള്ള വിലയിരുത്തലും എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. അതിലുപരിയായിട്ട് സന്യാസം എന്നുള്ളത് ലക്ഷ്യമാക്കുന്നത് മറ്റെല്ലാം അപ്രസക്തമാകുന്ന ഏഷണകൾ എന്ന് പറയുമ്പോൾ എൻ്റെ എന്നുള്ള ബന്ധനങ്ങൾ, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, നമുക്ക് വേർതിരിച്ച് പറയാം. ഈ ഏഷണകളിൽ നിന്നുള്ള മോചനം, എല്ലാവിധ കാമ്യകർമ്മങ്ങളുടെയും ത്യാഗം, അതാണ് ശരിക്കും പറഞ്ഞാൽ സന്യാസം. അപ്പോൾ ഏഷണകളുടെ ഉപേക്ഷ അഥവാ കാമ്യകർമ്മങ്ങളുടെ ത്യാഗം എന്ന് പറയുമ്പോൾ അത് ഉന്നതമായ ഒരാദർശത്തിൽ ഉറച്ച് ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തെ ചിന്തിക്കുന്നതിൽ, കാണുന്നതിൽ മറ്റെല്ലാം സ്വാഭാവികമായി അപ്രസക്തമായി കൊഴിഞ്ഞു പോകുന്ന ഒന്നാണ് സന്യാസം എന്നുള്ളതിലേക്കുള്ള പ്രവേശം. അപ്പം അതുകൊണ്ട് അവിടെ ഏഷണകളെ അല്ലെങ്കിൽ കാമ്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് ശരിയാണ്, ഒരംശമാണ്. അതാണ് സന്യാസ ശബ്ദത്തിൻ്റെ അർത്ഥം. സമ്യക് ന്യാസം, പൂർണ്ണമായ നല്ല രീതിയിലുള്ള ഉപേക്ഷ. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ അവിടെ തൻ്റെ ജീവിതത്തിന് സത്യസാക്ഷാത്കാരം മാത്രമാണ് ലക്ഷ്യം. അതിൽ നിന്ന് ഭിന്നമായി, അതിൽ നിന്ന് കുറഞ്ഞ ഒരു ലക്ഷ്യവും തനിക്കില്ല എന്ന ഉറച്ച ഒരു അവബോധം ഉണ്ടാകണം. അതിൽ നിന്നാണ് സന്യാസം വരുന്നത്. എന്നാലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ സന്യാസം സ്വീകരിക്കാൻ ഹേതുവാകാൻ? അങ്ങനെ ചോദിച്ചാൽ
അതൊരു ക്രമികമായ ഒരു വികാസം അല്ലെങ്കിൽ ഒരു ഗതി എന്ന് എൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും സംബന്ധിച്ചും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും വ്യത്യാസമുണ്ടാവും. ചില വ്യക്തികൾക്ക് ചില പ്രത്യേക ജീവിത അനുഭവങ്ങൾ അവരുടെ വിചാരത്തെ പെട്ടെന്ന് ഉദ്ദീപിപ്പിക്കുകയും അത് അതുവരെ പുലർത്തിയിരുന്ന ജീവിതക്രമത്തിൽ നിന്ന് മാറി സന്യാസ മാർഗത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാം. പക്ഷേ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അങ്ങനൊരു ക്രമത്തിലല്ല ജീവിതം വന്നത്. ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ, ജീവിതത്തിൽ കടന്നു വന്നൊരു വഴി തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചു നാളിൽ, നമ്മളിത് പല വേദികളിലും പറയാറുണ്ട്, പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്ന ഒരൊറ്റ ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു കൊച്ചു കുഞ്ഞാവുമ്പോൾ 3.5 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ളപ്പോൾ അമ്മ എന്തെങ്കിലും ജോലി പറഞ്ഞാൽ, കൊച്ചു കുഞ്ഞുങ്ങളുടെ എന്ത് ജോലിയാണ് പറയുക? ആ ടംബ്ലർ ഒന്ന് എടുക്കൂ, അല്ലെങ്കിൽ ആ അടപ്പൊന്ന് എടുക്കൂ, അല്ലെങ്കിൽ വിറകൊന്ന് വയ്ക്കൂ, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് എനിക്ക് വയ്യ, പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞാൽ ഉടനെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പോൾ ചോദിക്കും, അതെന്താ പറ്റാതെ, ഇതുപോലെ ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ, അപ്പോൾ ഈ ബ്രഹ്മവിദ്യ ഇത്രയും വലിയ പ്രയാസമാണോ? എങ്കിൽ അത് തന്നെ പഠിക്കണം. എളുപ്പമുള്ളത് മറ്റുള്ളവർ പഠിച്ചോട്ടെ. ഇത്രയും പ്രയാസമാണ് ബ്രഹ്മവിദ്യ. കാരണം പ്രയാസമുള്ളത് കൊണ്ടാണല്ലോ അച്ഛൻ ചോദിക്കുന്നത്, ഇതെന്താ വല്ല ബ്രഹ്മവിദ്യയാണോ? അപ്പോൾ അത് തന്നെ എനിക്ക് പഠിക്കണം എന്നൊരു ധാരണ, ഒരു സങ്കല്പം ഒരു 4 വയസ്സിന് മുമ്പുള്ള കൊച്ചു കുഞ്ഞിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വിദ്യാലയത്തിൽ ചേർന്നു, കളികളും മറ്റ് വിദ്യാലയ ജീവിതമായപ്പോൾ ബ്രഹ്മവിദ്യയും പോയി, എല്ലാം പോയി. പിന്നെ ബ്രഹ്മവിദ്യയൊന്നുമില്ല, മറ്റെല്ലാ കുട്ടികളെപ്പോലും തന്നെ. പക്ഷേ ചുറ്റുപാട് കാണപ്പെടുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് എപ്പോഴും എന്തുകൊണ്ടാണ് അതൊരു പൂ വിടരുകയാണെങ്കിൽ അതെങ്ങനെയാണ് വിടരുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? ഇത്രയും മനോഹരമായൊരു പുഷ്പമായിട്ട് എങ്ങനെയാണ് ഈ മൊട്ട് വികസിതമാകുന്നത്? ആരാണത് ചെയ്യിക്കുന്നത്? എന്താണ് ഇതിൻ്റെ കാരണം? അല്ലെങ്കിൽ ഒരു ചിത്രശലഭം പറക്കുന്നുണ്ടെങ്കിൽ അതിനെ നോക്കി തന്നെ നിൽക്കും. എങ്ങനെയാണത്? ഇത്രയും സൗന്ദര്യം അതിന് എവിടുന്ന് വന്നു? ആര് കൊടുത്തു? സൂര്യൻ ഉദിക്കുന്നത് കണ്ടാൽ, സൂര്യൻ ഉച്ചയിലേക്ക് പൊങ്ങിയാലും ചിലപ്പോൾ ഈ കുട്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എന്താണത്, എവിടുന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, ആരാണ് സൂര്യൻ ഉദിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പം തന്നെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. താല്പര്യം ചുറ്റുപാട് കാണുന്ന പ്രതിഭാസങ്ങളുടെ കാരണങ്ങൾ, രഹസ്യങ്ങൾ, സ്വരൂപം അന്വേഷിക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അത് ബാലിശങ്ങളായ പല രീതികളിലൂടെ അത് കടന്നു വന്നു. ഏകദേശം 5ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താവും വലിയൊരു ശാസ്ത്ര അധ്യാപകൻ, അദ്ദേഹത്തെ വലിയൊരു അധ്യാപകനായിട്ടാണ് ഞാൻ മനസ്സിൽ മാനിക്കുന്നത്, കുട്ടികളുടെ ശാസ്ത്രാന്വേഷണത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള എല്ലാ പ്രേരണയും നൽകുന്ന ഒരു നല്ല അധ്യാപകൻ. പ്രൈമറി സ്കൂളിലാണല്ലോ ഏറ്റവും പ്രധാന ഘട്ടം നമ്മുടെ വികാസത്തിൽ. അപ്പം ഇത്തരം വിഷയങ്ങൾ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ശാസ്ത്ര ഗവേഷണം ചെയ്യണം. സയൻസിലൂടെ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുള്ളൂ എന്നൊരവബോധം അദ്ദേഹം ഉണ്ടാക്കി തരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ മാസ്റ്റർ എന്നായിരുന്നു. അങ്ങനെ ആ കുട്ടി ശാസ്ത്ര ഗവേഷണങ്ങൾ ആരംഭിച്ചു, പരീക്ഷണങ്ങൾ. ചിലതൊക്കെ ബാലിശമാണ്, പക്ഷെ ആ പ്രായത്തിൽ അത് വലിയ കാര്യമാണ്. അങ്ങനെ വീട്ടിൽ ചെറിയൊരു ലബോറട്ടറി ഉണ്ടാക്കി, ആൽക്കലികളും ആസിഡുകളും. അപ്പോൾ എങ്ങനെയൊക്കെ പൈസ സ്വരൂപിക്കാൻ പറ്റുമോ അതൊക്കെ സ്വരൂപിക്കും, കെമിക്കൽസ് മേടിക്കും. സയന്റിസ്റ്റ് ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ്, സയന്റിസ്റ്റ് ആവാനുള്ള ആഗ്രഹമല്ല, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സയൻസ് മാത്രമേ വഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അക്കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ അങ്ങനെ അസൈൻമെൻ്റ് ഒന്നുമില്ല. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ അസൈൻമെൻറ്റ് പലതും ഉണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ശാസ്ത്രലോകം എന്നൊരു പുസ്തകം തയ്യാറാക്കാൻ തുടങ്ങി. കിട്ടാവുന്ന പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും വാരികകളിൽ നിന്നൊക്കെ
ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ എന്തൊക്കെ സ്വരൂപിക്കാൻ പറ്റുമോ അത് മുഴുവൻ സ്വരൂപിച്ച് എഴുതി വയ്ക്കുക. അങ്ങനെയാണ് ആ ഒരു പുസ്തകങ്ങൾ, അനേക പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തയ്യാറാക്കാൻ തുടങ്ങി. മറ്റൊരു ഭാഗത്ത് ഈ പരീക്ഷണങ്ങൾ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഇതിലേക്കൊക്കെ പ്രവേശിക്കുന്ന കുട്ടി ഓർമ്മ വെച്ച നാൾ മുതൽ ദിവസവും അമ്മമ്മയിൽ നിന്ന് ഇതിഹാസവും പുരാണവും ധർമ്മശാസ്ത്രവും മഹച്ചരിതങ്ങളും കേട്ടിട്ടാണ് ജീവിച്ചത്. ദിവസവും മുത്തശ്ശി അമ്മമ്മ കഥ പറഞ്ഞു തരും. അതിൽ രാമനുണ്ടാവും, കൃഷ്ണനുണ്ടാവും, രാവണനുണ്ടാവും, കംസനുണ്ടാവും, ശ്രീരാമകൃഷ്ണദേവനുണ്ടാവും, വിവേകാനന്ദ സ്വാമികളുണ്ടാവും, ഷിർദി സായിബാബ ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഈ മഹച്ചരിതങ്ങളും ഇതിഹാസ പുരാണങ്ങൾ നൽകുന്ന സന്ദേശം ഒരു ഭാഗത്ത് ഹൃദയത്തിലുണ്ട്, മറ്റൊരു ഭാഗത്ത് ഈ ശാസ്ത്ര ഗവേഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഏകദേശം അത് ഒരു 8ാം ക്ലാസ് വരെയൊക്കെ ആയിരിക്കും. അഥവാ ഒരു 7ാം ക്ലാസ് ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു തോത് കുറയാൻ തുടങ്ങി ഈ ശാസ്ത്ര ഗവേഷണങ്ങളുടെയൊക്കെ. ഇത്രയ്ക്കൊക്കെ പുരാണങ്ങളും ഇതിഹാസങ്ങളും കേട്ട് വളർന്ന ആളാണെങ്കിലും ഒരു 6ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ആ കുട്ടിയിൽ ഈശ്വര നിഷേധപരമായ ചിന്തകൾ, അതായത് പ്രകൃതി ശക്തികളെ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു മിഥ്യാസങ്കല്പമാണ് ഈശ്വരൻ, അല്ലാതെ ഈശ്വരനൊന്നുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളത്തെ ഹെഡ് ടീച്ചറോട്, കരുണാകരൻ മാസ്റ്റർ, അദ്ദേഹത്തോട് ഒരു 1.5 പീരീഡ് നേരം വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും, എപ്പോഴും ഓർമ്മയുണ്ട്, അവസാനം മാസ്റ്റർ വാദിച്ച് നിൻ്റെ മുമ്പിൽ ജയിക്കാൻ എനിക്ക് കഴിയില്ല, പക്ഷേ നീ ഈശ്വരൻ അംഗീകരിക്കുന്ന ഒരു കാലം വരും എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. സാന്ദർഭികമായി പറഞ്ഞു മാത്രം. അങ്ങനെ ഉള്ള ആ ഒരു ഗതിയിൽ 7ാം ക്ലാസ് കഴിയുന്നതോടുകൂടി ഈ ഗവേഷണങ്ങളുടെയൊക്കെ തോത് കുറഞ്ഞ് അങ്ങ് നിന്നു. പിന്നെ പുസ്തകങ്ങളുടെ ലോകത്തിലേക്കാണ്. കവിതകൾ, കഥകൾ, നോവലുകൾ എത്രയാണ് വായിച്ചു കൂട്ടിയെന്ന് കണക്കില്ല. കിട്ടാവുന്ന മലയാള സാഹിത്യത്തിലെ മിക്കവാറും 8, 9, 10 ക്ലാസ്സുകളിലെത്തുമ്പോഴത്തേക്ക് ഈ കുട്ടി പഠിക്കുകയാണ്. അതുകൂടാതെ അതിൻ്റെ ഒന്നിച്ച് തന്നെ 9, 10 ക്ലാസ്സുകളിൽ ഏകദേശം ആഴ്ചയിൽ 5 ദിവസവും സിനിമയ്ക്ക് പോകലാണ്. സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമകൾ ഇഷ്ടം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമകൾ കാണും. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം സ്കൂളിൽ ജനവാതിന് അഴിയില്ല, ചാടാം. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ദിവസവും സിനിമാ ഹാളുകളിലാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ തന്നെ സ്കൂളിൽ ഏറ്റവും 1ാം തരം പഠിക്കുന്ന കുട്ടിയാണ്. ബാഹ്യമായി നോക്കിയാൽ വിരുദ്ധത കലർന്നൊരു വ്യക്തിത്വമാണ്. പുറമേന്ന് ആർക്കൊന്നും പിടി കിട്ടില്ല, അങ്ങനെയുള്ളൊരു ജീവിതക്രമമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാലത്ത് പ്രീ ഡിഗ്രിയാണ്, ഈ +2, +1 അല്ല. പ്രീ ഡിഗ്രി 1ാം വർഷം പഠിക്കുമ്പോഴാണ് അച്ഛൻ ഒരു കൊച്ചു പുസ്തകം ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ കൊണ്ടുത്തരുന്നത്. കൊച്ചു പുസ്തകം എന്ന് പറയാൻ പാടില്ല, ബുക്ക്ലെറ്റാണത്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ഒരു ബുക്ക്ലെറ്റാണ് ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ. അന്ന് ആ കുട്ടി അത് ഒരു ഇരിപ്പിൽ 30 പ്രാവശ്യം വായിച്ചു. ഒരു ഇരിപ്പിൽ അത് വായിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു കരുത്ത് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്തൊരു ദാഹം. അങ്ങനെയാണ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ. ഇപ്പോൾ അത് 9 വോളിയാണ് ഇംഗ്ലീഷിൽ, അന്ന് 8 വോളിയാണ് ആ കാലത്ത്. ആ 8 വോളിയങ്ങൾ വായിച്ചു. അതിൽ നിന്ന് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിത, അവിടുന്ന് മെല്ലെ ചിന്മയാനന്ദ സ്വാമികളുടെ വർക്കിലേക്ക്, രംഗനാഥാനന്ദ സ്വാമികളുടെ വർക്കിലേക്ക്, അങ്ങനെ വേദാന്ത ഗ്രന്ഥങ്ങളുടെ ഒരു മേഖലയിലാണ് പിന്നീടുള്ള പ്രീ ഡിഗ്രി കാലം മുഴുവൻ. അപ്പോൾ പുറമെ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, എല്ലാവരെ പോലെയും പഠിക്കുന്നു. എല്ലാവരെ പോലെയെന്ന് പറയാൻ പാടില്ല, കാരണം പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൊന്നുമില്ല. SFIൻ്റെ പരിപാടിക്ക് പോവും, KSUവിൻ്റെ പരിപാടിക്ക് പോവും, MSFൻ്റെ പരിപാടിക്ക് പോവും, ABVPൻ്റെ പരിപാടിക്ക് പോവും, എല്ലാത്തിനും പോവും. അങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷെ അകത്ത് കോളേജിൽ അത് പഠിക്കുന്നു, പക്ഷെ അകത്ത് ഈ വേദാന്തത്തിൻ്റെ പഠനത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ
ഏകദേശം പ്രീ ഡിഗ്രി 2ാം വർഷം കഴിയുമ്പോഴാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ എന്തോ ഒരു എവിടെയോ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ അതിൽ ന്യൂനത ഉണ്ട് നല്ല അർത്ഥം, എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഉണ്ട്. നമ്മളൊരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച ഒരു മിസ്സിങ് ഫാക്ടർ എന്തോന്നുണ്ട്. അതെന്താണ് എന്നൊരു അന്വേഷണമായി. ആ കാലഘട്ടത്തിൽ പരമപൂജ്യ മൃഡാനന്ദ സ്വാമികളായിട്ട് ബന്ധപ്പെടാനിടയായി. ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടും എന്തോ ഒരു അപൂർണത എനിക്ക് അനുഭവപ്പെടുന്നു. അന്ന് സ്വാമിജി പറഞ്ഞു, അത് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ശങ്കരഭാഷ്യങ്ങൾ പഠിക്കണം. ശങ്കരഭാഷ്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനെല്ലാത്തിനെയും ബന്ധിപ്പിക്കാൻ കുട്ടിക്ക് സാധിക്കും. അങ്ങനെയാണ് ശങ്കരഭാഷ്യം പഠിക്കണം. ഇപ്പോൾ ശങ്കരഭാഷ്യം പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട 1-2 കടമ്പകൾ. ഒന്ന്, അമ്മമ്മയിൽ നിന്ന് നിത്യം പുരാണ കഥകളും മറ്റും കേട്ടിട്ടും ധാരാളം സംസ്കൃത കവിതകളും മറ്റും പരിചയപ്പെട്ടിട്ടും പിന്നെ ഈ പരന്ന വായന കൊണ്ടും സംസ്കൃതമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ സംസ്കൃത വ്യാകരണം പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിച്ചിട്ടില്ല, മറ്റാരിൽ നിന്നും പഠിച്ചിട്ടില്ല. പക്ഷെ സംസ്കൃതമായിട്ട് ബന്ധമുണ്ട്. 2, നല്ല വ്യാഖ്യാനങ്ങൾ അടങ്ങുന്ന പുസ്തകം എവിടെയാണ് കിട്ടുക എന്ന് പോലും അറിയില്ല. തീർച്ചയായിട്ടും ഈ നേരത്തെ സൂചിപ്പിച്ച വായനയിലൂടെ ശങ്കരഭാഷ്യത്തിൻ്റെ കമൻട്രികൾ ധാരാളം ഉണ്ടെന്നൊക്കെ അറിയാം. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ട്രാൻസ്ലേഷനും കമൻട്രി ഉണ്ടെന്ന് അറിയാം. പക്ഷെ അതൊന്നും കിട്ടാനുള്ള സാഹചര്യം സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒന്നുമില്ല. പിന്നെ ജ്യേഷ്ഠന്മാരോടൊക്കെ ചോദിക്കുക അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലുമാണ്. അന്നത്തെ നിലയ്ക്ക്, ഇന്നത്തെ നിലയ്ക്കല്ല പറഞ്ഞാൽ അന്നത്തെ നിലയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതകരമായിട്ടൊരു സംഭവം നടന്നത്, അച്ഛൻ, ഇതിലെല്ലാം അച്ഛനാണ്. ആദ്യം ബ്രഹ്മവിദ്യയാണോ എന്ന് ചോദിച്ച ആൾ ദസ്പേക് സ്വാമി വിവേകാനന്ദ. അച്ഛന് ഒരു 1-2 ആഴ്ചക്കാലം നീണ്ടു നിന്നൊരു ഭ്രമാവസ്ഥ ഉണ്ടായിരുന്നു. അതായത് അമിതമായി അതിസാരം രോഗം വന്ന ശേഷം ഡീഹൈഡ്രേഷൻ വന്നതിൻ്റെ ഫലമായിട്ട് കുറച്ചൊരു ഭ്രമാവസ്ഥയിലുണ്ടായിരുന്നു 2 ആഴ്ചക്കാലം, 2-3 ആഴ്ചക്കാലം. ഈ കാലത്ത് വീട്ടിലാരോടും പറയാണ്ട് പുറത്തു പോവുക എന്നൊക്കെയുള്ള ഇടപാടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ വലിയൊരു പെട്ടികളുമായിട്ടാണ് വരുന്നത്. കൂടെ ചുമട്ടുകാർ 1-2 പെട്ടി, വലിയ പെട്ടി. അപ്പോൾ ഇതെന്താണ്? തുറന്നു നോക്കുന്ന സമയത്ത് 1940കളിൽ മലയാള ഭാഷയിൽ വിസ്തൃതമായ വ്യാഖ്യാന സഹിതം പ്രസിദ്ധീകരിച്ച 10 ഉപനിഷത്തുക്കളുടെയും ശങ്കരഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനം, ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം, ശങ്കരഭാഷ്യ വ്യാഖ്യാനം, അനുവാദം, ബ്രഹ്മസൂത്രം, അതുപോലെ ശ്രീമദ് ഭാഗവതം കൊല്ലങ്കോട് ഗോപാലൻ നായരുടെ വ്യാഖ്യാനത്തോടു കൂടി, വാൽമീകീയ രാമായണം, ഇതെല്ലാമാണ്. അതുപോലെ കുറേ പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. കിട്ടേണ്ടതെല്ലാം കിട്ടി. അങ്ങനെയാണ് ഭാഷ്യത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പുറമേ കോളേജിൽ പോകുന്നു, ഡിഗ്രി പഠിക്കുന്നു, മറ്റ് പല ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്നു. പക്ഷേ അകത്ത് ഈ ഭാഷ്യങ്ങളിലേക്കാണ് ഇറങ്ങുന്നത്. ഡിഗ്രി എന്തിലാണ് പഠിച്ചത്? ഡിഗ്രി BCom ആയിരുന്നു, കോമേഴ്സ് ആയിരുന്നു. പ്രീ ഡിഗ്രി സയൻസ് ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഭാഷ്യങ്ങൾ ക്രമമായിട്ട് ഉപനിഷത്ത് പഠിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് താമസിച്ചിരുന്ന വീടും സ്ഥലവും എല്ലാം കുടുംബം വിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ആ വീടിനോട് വലിയ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഒരു വീടിനോട് ഇത്ര സ്നേഹം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത്ര സ്നേഹമായിരുന്നു ആ വീടിനോട്. അവിടെയാണ് ഈ ലബോറട്ടറി സ്ഥാപിച്ചതും ഈ വായനകളും എല്ലാം തന്നെ ഉള്ള. അപ്പോൾ അത് വിറ്റ്, അപ്പോൾ ഈ വേദാന്തത്തിൻ്റെ ഒരു ഭാഗത്ത് പഠിക്കുന്ന ആശയവും ഒന്നും തന്നെ ശാശ്വതമല്ല എന്നുള്ളൊരു അവബോധവും, ഇഷ്ടപ്പെട്ട് തൻ്റെതെന്ന് മനസ്സിലാക്കുന്ന എല്ലാം നഷ്ടപ്പെടുമെന്നുള്ള തിരിച്ചറിവും
എല്ലാം ആ ഒരു സംഭവത്തോടു കൂടി വരികയാണ്. ഒരുപക്ഷെ നിസ്സാരമായ വിഷയമാണ് ഒരു വീട് വിൽക്കുക എന്നുള്ളത്. പക്ഷേ ആ കുട്ടിയിലത് ഈ ചിന്തകളെല്ലാം ഘടിപ്പിക്കുക, വേദാന്തത്തിൻ്റെ പഠിച്ച ആശയങ്ങളുമായിട്ടുള്ളൊരു ബന്ധിപ്പിക്കുന്ന അവസ്ഥയാണ്. ഡിഗ്രി 1 വർഷം പൂർത്തിയാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ വേദാന്ത അവബോധത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടും എല്ലാം ചേർന്നിട്ട് സന്യാസം മാത്രമേ തനിക്ക് വഴിയുള്ളൂ, സന്യാസമാണ് തൻ്റെ ജീവിതത്തിൻ്റെ മാർഗം എന്നുള്ള ഒരു ഉറപ്പ് വന്നു. അത് അച്ഛനമ്മമാരോട് മൂത്ത ജ്യേഷ്ഠ മുഖേന അത് അറിയിച്ചു. അവർക്ക് സമ്മതമല്ല. അച്ഛൻ പറഞ്ഞത് ആദ്യം ഒരു 2 രൂപ നോട്ട് തന്നു, വിഷം വാങ്ങിക്കൊണ്ടുവന്നോളൂ, നിന്റെ അച്ഛനും അമ്മയ്ക്കും വിഷം തന്ന് നീ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ വിലയിച്ച് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ വിലയിച്ച് കഴിഞ്ഞോളൂ പറഞ്ഞു. ആ വാക്കിപ്പോഴും ഓർമ്മയുണ്ട്. അയ്യേ, നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ട് ഞാൻ പോയില്ല, പക്ഷെ ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കും. ആ സമയം കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സന്യാസമാർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീടുള്ള കാലം കോളേജിൽ പോകുന്നതും പഠിക്കുന്നതും വേദാന്ത പഠനം തുടരുന്നതും. അതിൽ ഈ വേദാന്ത പഠനത്തിൽ, പ്രത്യേകിച്ച് ഭാഷ്യ പഠനത്തിൽ ഏതെങ്കിലും ചില ഭാഗങ്ങൾ മനസ്സിലാവാതെ വന്നാൽ, തൻ്റെ യുക്തിയുടെ ചോദ്യത്തിന് മറുപടി ലഭിക്കാതെ വന്നാൽ മൃഡാനന്ദ സ്വാമികളോടാണ് കാര്യമായിട്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നത്. ചോദിക്കുക എന്ന് പറഞ്ഞാൽ നേർക്കല്ല, ഒരു കാർഡിൽ എഴുതുക ചെയ്യുക. കാർഡ് കിട്ടിയ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് സ്വാമിയുടെ മറുപടി കാർഡ് വരും. എന്തെങ്കിലും കാരണവശാൽ തൃപ്തിക്കുറവ് തോന്നിയാൽ മലപ്പുറം ജില്ലയിൽ വാണിയമ്പലം മണ്ടൂർ പ്രദേശത്താണ് ഈ താമസം ഉണ്ടായത്. വീട് വിറ്റു എന്ന് പറഞ്ഞില്ല, അതിനുശേഷം പിന്നെ വാടക വീടുകളിൽ മാറിയാണ്. അവിടെ വാണിയമ്പലം പാറയുണ്ട്. വാണിയമ്പലം പാറയുടെ മുകളിൽ പോവുക, ഈ സംശയമുള്ള ഭാഗം ഒരു കഷ്ണം കടലാസിൽ എഴുതിയിട്ടാണ് കൊണ്ടുപോവുക. അവിടെ ഇരുന്ന് വിചാരം ചെയ്ത് അതിന് ഉത്തരം കിട്ടുമ്പോഴാണ് തിരിച്ചു വരിക. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. തീർത്തും 2 രീതിയിലാണ് ആ ജീവിതം. ഒന്ന്, അച്ഛനമ്മമാരെ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ സന്യാസമാർഗത്തിൽ പോകുമെന്ന് ബോധിപ്പിക്കുക. 2, സന്യാസമാർഗത്തിന് താൻ അധികാരിയാണോ എന്നുള്ളത് സ്വയം വിലയിരുത്തുക, പരീക്ഷിക്കുക. ഈ 2-നുമായിരുന്നു ആ ജീവിതം. അത് തുടർന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷന് ചേർന്നു. അതങ്ങനെ തുടർന്നു. എല്ലാവർക്കും തന്നെ മനസ്സിലായി ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ സ്ഥലം വിടുമെന്ന്. ആ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വാടക വീട്ടിലാണ്. അച്ഛനമ്മമാർ കുറച്ച് വിട്ടു നിൽക്കുന്ന അവസ്ഥ വന്നു. ആ സമയത്ത് വീടും പൂട്ടി സന്യാസത്തിൻ്റെ അനുവാദ കത്ത് ഒരു 10-20 പേജ് ഉണ്ടാവും, എഴുതി വീടിൻ്റെ താക്കോലും അതിലിട്ട് ഭദ്രമായിട്ട് പോസ്റ്റ് ചെയ്തു, സ്ഥലം വിട്ടു. അങ്ങനെയാണ് വീട് വിടുന്ന ഒരു സാഹചര്യം. സന്യാസ ദീക്ഷയല്ല പറയണത്, സന്യാസ മാർഗത്തിലേക്കുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശം അങ്ങനെയാണ് ഉണ്ടായത്. ആ യാത്ര നേരെ എവിടേക്കായിരുന്നു? അതിന് ലക്ഷ്യമില്ലല്ലോ, യാതൊരു ലക്ഷ്യമില്ല. അതിപ്പോൾ ചോദിച്ചുകൊണ്ട് ഓർമ്മിക്കുകയാണ്. വണ്ടൂരിൽ നിന്ന് നേരെ ഷൊർണൂർ വഴി പാലക്കാട് വഴി പഴനിയിലാണ് എത്തിയത്. പഴനി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഈ വഴിപാടുകൾക്കൊക്കെ ഉള്ള ഏജൻറ്റുമാർ പിടികൂടിയിട്ടുണ്ട്. ഏജൻറ്റുമാർ പിടികൂടിയ സ്ഥലത്ത് താമസിക്കാം, എല്ലാ പൂജ ചെയ്യാം, മറ്റേത് ചെയ്യാം, മറിച്ച് ചെയ്യാം, ഇത്ര ഉറുപ്പ്യ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഏതായാലും അയാൾ താമസിക്കാതെ ഏർപ്പാട് അയാൾ ചെയ്തു തന്നു. രാവിലെ ഞാൻ വരാം, ആ സമയത്തേക്ക് തയ്യാറായി കുളിച്ച് നിന്നാൽ മതി. സുഖമായി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂട്ടകളുടെ ഒരു മൂട്ടകൾ ഒന്നായി ദേഹം കരിമ്പടം പോലെ മൂടിയൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഉണർന്ന് പിന്നെ ഉറങ്ങാൻ വയ്യ. കുളിച്ച് രാവിലെ അയാൾ വരുന്നതിന് 2 മണിക്കൂർ മുമ്പ് സ്ഥലം വിട്ടു. അതുകൊണ്ട് പഴനി ക്ഷേത്രത്തിൽ പോയില്ല, അടിവാരത്തുനിന്ന് തന്നെ പോയി. പിന്നെ അയാളെ പിടിപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ വേഗതയിൽ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ഡിണ്ടിഗൽ എത്തി. ഡിണ്ടിഗലിൽ നിന്ന് വാച്ച് വിറ്റു. അന്ന് 65 രൂപയ്ക്കാണ് അന്ന് വിറ്റത്. പിന്നെ പൈസയല്ലോ, പൈസക്കാരനായി. അന്നത്തെ 65 രൂപയാണ്. അപ്പോൾ
പിന്നെ ബസ്സിലും ഒക്കെയാണ് യാത്ര. പക്ഷെ 65 റുപ്യൊക്കെ വേഗം തീർന്നു. പിന്നെ വണ്ടിക്ക് കള്ളത്തരമൊന്നും ഇല്ലെങ്കിലും നമ്മൾ കള്ളവണ്ടി എന്നാണല്ലോ പറയുക. നമുക്കാണല്ലോ കള്ളത്തരം, ടിക്കറ്റ് എടുക്കാണ്ട് പോകണത് നമ്മളാണല്ലോ. എന്നാലും നമ്മൾ കള്ളവണ്ടി എന്നാണ് പറയുക. കള്ളവണ്ടിയിലും നടത്തമൊക്കെ ആയിട്ട് തമിഴ്നാട്ടിലൂടെയാണ് സഞ്ചാരം യാത്ര. പിന്നെ വഴിയോരത്തുനിന്ന് വെള്ളവും, തമിഴ്നാട്ടിൽ ധാരാളം റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ പുളി മരങ്ങളുണ്ട്. അതിൻ്റെ ഇല പറിക്കുക, കഴിക്കുക, വെള്ളം കുടിക്കുക. അങ്ങനെ ഭിക്ഷ എടുക്കണം എന്നുള്ളൊരു ഇതുമില്ല. ഭിക്ഷ എടുക്കാൻ അറിയേയില്ല അക്കാലത്ത്. പിന്നീടാണ് ഭിക്ഷാടനത്തിൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത്. അക്കാലത്ത് അതൊന്നും അറിയില്ല. അപ്പോൾ ഭിക്ഷാടനമൊന്നുമില്ല. പുളിയുടെ ഇലയാണ് പ്രധാനമായിട്ട്. പിന്നെ ഇലകൾ വേറെ കിട്ടുന്നതൊക്കെ കഴിക്കും, വെള്ളം കുടിക്കും. അങ്ങനെ സഞ്ചരിച്ചു. ഒരുപാട് പറയാനുണ്ട്. പല ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തു. ആ യാത്രയിൽ ഒരു മഹാത്മാവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ പേര് അനന്താനന്ദ സ്വാമികളാണ്. ഉലുന്തൂർപേട്ടിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. സ്വാമിജി പറഞ്ഞു, നിങ്ങൾ വളരെ ചെറുപ്പക്കാരനല്ലേ, പഠിച്ച ആളാണെന്ന് തോന്നുന്നുണ്ട് കണ്ടാൽ. ഇങ്ങനെ തെണ്ടി ജീവിതം നശിപ്പിക്കരുത്. അതുകൊണ്ട് കോയമ്പത്തൂർ അടുത്ത് ശ്രീരാമകൃഷ്ണ ആശ്രമം, ശ്രീരാമകൃഷ്ണ വിദ്യാലയം ഉണ്ട്. അവിടെ മഹാനായൊരു സ്വാമിജിയുണ്ട്, തന്മയാനന്ദ സ്വാമികൾ. കുട്ടി അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞൊരു 100 രൂപയും തന്നു. അങ്ങനെ അവിടുന്ന് ചിദംബര ദർശനവും ചെയ്ത്, അതിനു മുമ്പ് പല ക്ഷേത്രങ്ങളിലും തമിഴ്നാട് പോയിട്ടുണ്ട്. അന്ന് സ്വാമിജിക്ക് എത്ര വയസ്സുണ്ട്? അന്ന് 21 വയസ്സ് കാണും. കാരണം പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ടില്ല. ഏകദേശം കുറച്ച് മാസങ്ങൾ കൂടി ബാക്കിയുണ്ട്. 21 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവും. 22ൻ്റെ ആരംഭമായിരിക്കും. ഏതായാലും കോയമ്പത്തൂരിൽ രാമകൃഷ്ണ ആശ്രമത്തിലെത്തി. സ്നേഹസമ്പന്നനായ സ്വാമിജി. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിട്ടാണ് തന്മയാനന്ദ സ്വാമികൾ. അതുപോലെ അറിവും. തൻ്റെ അരികിൽ വന്ന സാധകൻ നല്ല രീതിയിൽ ഉയരണമെന്ന സങ്കല്പവും. അവിടെ ചുരുങ്ങിയ ദിവസം കൊണ്ട് സ്വാമിജിയുടെ ഒരു പി എ ആയിട്ട് കിട്ടി. ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ്റെ വലിയ സ്ഥാപനമാണ് കോയമ്പത്തൂർ പെരുന്നായിക്കമ്പാളയം. വളരെ വലിയ സ്ഥാപനമാണ്. അനേക സ്കൂളുകൾ, കോളേജുകൾ, പോളിടെക്നിക്ക്, ITC, ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കണക്കുകൾ ഒക്കെ കാണാനും മനസ്സിലാക്കാനും സ്വാമിജിയുടെ കൂടെ എല്ലാം മനസ്സിലാക്കാനുള്ള ഒക്കെ ഉള്ള സാധ്യതകൾ കിട്ടി. ആ കാലത്ത് ഒരു സാധകൻ്റെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഘട്ടമാണ്. കാഴ്ചപ്പാടുകൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് വളരെ ഭേദമുണ്ടാവും. കാരണം താത്വികമായി പഠിച്ച അറിവ്, അതിനനുസരിച്ചുള്ള വൈരാഗ്യം, അതും പ്രായോഗിക ജീവിതമായിട്ടൊക്കെ ഒരു പൊരുത്തപ്പെടുന്നതിന് മുമ്പുള്ള ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ അവിടുത്തെ വിദ്യാലയങ്ങൾ, അവ നടത്താനുള്ള സാമ്പത്തിക വിഷയങ്ങൾ, ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെയാണോ സന്യാസം? ഇതൊന്നും അല്ലല്ലോ സന്യാസം. അപ്പോൾ പ്രായോഗികമായ തലങ്ങളും താത്വികമായ തലങ്ങളും തമ്മിലുള്ള ആ ഒരു സമന്വയം വേണ്ട വിധത്തിൽ ബോധിക്കാത്ത ഒരു ഘട്ടമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സാധകൻ്റെ ഉരുത്തിരിഞ്ഞ് വരുന്നൊരു ഘട്ടമാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള സ്റ്റേജാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന മഹത്തായ സേവനങ്ങൾ, സമാജത്തിന് അങ്ങേയറ്റം വെളിച്ചം പകരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ മഹിമ ഒരു ഭാഗത്ത് അറിയാമെങ്കിൽ തന്നെയും ഇതൊക്കെയാണോ സന്യാസം എന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ മഥിക്കാൻ തുടങ്ങി. തൻ്റെ സന്യാസ സങ്കല്പവും അതുമായിട്ട് പൊരുത്തപ്പെടായികകൾ അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ പരമപൂജ്യ തപസ്യാനന്ദ സ്വാമികളിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചിരുന്നു. സ്വാമിജിയുടെ കൂടെ കഴിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്മയാനന്ദ സ്വാമികളായിട്ടുള്ള ദിവസമുള്ള സമ്പർക്കങ്ങൾ, അതെല്ലാം ഉണ്ട് അതിൽ. പക്ഷേ ഇതൊരു വല്ലാത്തൊരു
സംഘർഷമായിട്ട് പതുക്കെ രൂപപ്പെട്ടു. ഇപ്പോൾ സ്വാമിജിയുടെ PA എന്നുള്ള രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റോറിൻ്റെ താക്കോലുകൾ, അതുപോലെ അക്കൗണ്ടുകളുടെ പരിശോധനകൾ, അങ്ങനെ പലതും. ഒരു ദിവസം അച്ഛനും അമ്മയും സന്യാസിയായ മകനെ, അല്ലെങ്കിൽ സന്യാസ മാർഗത്തിലേക്ക് പോയ മകനെ കാണാൻ വേണ്ടി വരികയാണ്. അച്ഛനെ സംബന്ധിച്ച് വലിയ സന്തോഷമായി. കാരണം സെക്യൂർ ആയിട്ടുള്ള, സേഫായിട്ടുള്ള സ്ഥലത്താണ്, വലിയൊരു ആശ്രമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അമ്മ അന്നൊരു ചോദ്യം ചോദിച്ചു. ഈ 10-20 താക്കോൽ കൂട്ടമൊക്കെ ആയിട്ട് നടക്കുന്ന രൂപം കണ്ടിട്ട്, നല്ല ടിപ്പ് ടോപ്പായിട്ട്, നല്ല വെള്ള ജുബ്ബ, വെള്ളമുണ്ട്. അതിനു മുമ്പുള്ള ജീവിതത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാരണം അവർ സന്യാസത്തിന് ഇവൻ പോകുന്ന പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതമായിരുന്നു. വളരെ ത്യാഗപൂർണ്ണമാണ്, ബാഹ്യമായിട്ട്. ആന്തരികമായ ത്യാഗമല്ല പറയണത്. അപ്പം അതിൽ തീർത്തും ഭിന്നമായിട്ട് നല്ല അലക്കി വസ്ത്രവും ഒരുപാട് താക്കോലൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, ഇതാണോ നിൻ്റെ സന്യാസം? ഇത് വലിയൊരു സമ്പന്നൻ്റെ മാതൃകയിലാണല്ലോ നീ ജീവിക്കുന്നത്. സന്യാസിയാവുകയാണെങ്കിൽ ഇതാണോ സന്യാസം എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ സ്വതവേ സംഘർഷമുള്ള വ്യക്തിയിലേക്കാണ് ഈ ചോദ്യം വരുന്നത്. പിന്നെ അവിടെ പിടിച്ചു നിന്നില്ല. സ്നേഹസമ്പന്നനായ സ്വാമിജിയോട് യാത്ര ചോദിച്ചവർ സമ്മതിക്കുകയില്ല. അതോടെ അവിടെ രാത്രി ചാടി, മതിൽ ചാടി, ഒരാശ്രമത്തിലും ഇനി താമസിക്കില്ല, അതുപോലെ സന്യാസിമാരുടെ കൂടെ താമസിക്കില്ല എന്ന് തീരുമാനമെടുത്തു. പിന്നീട് യാത്രയാണ്. ഇപ്പോൾ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് കഴിയണം, അതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ ജീവിത മാർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതാണ്. സന്യാസിമാരും വേണ്ട, ആശ്രമവും വേണ്ട, കുറച്ച് അങ്ങനെയാണ്. കാരണം ആശ്രമം എന്നൊക്കെ പറഞ്ഞൊരു പൈസ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ അതിനുള്ളൊരു വേദിയാണ്. സന്യാസിമാർ സ്വയം അധ്വാനിക്കാതെ ധാരാളം ദക്ഷിണയൊക്കെ സ്വരൂപിച്ച് ജീവിക്കുന്നൊരു ക്രമമാണ്. അതൊന്നും വേണ്ട, തപസ് ചെയ്ത് കഴിയണം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പിന്നീട് നടക്കുന്നത്. നടന്നും പല കാടുകളിൽ, കൊടുങ്കാടുകളിൽ തപസ് ചെയ്തും, കള്ളവണ്ടി കയറിയും, ലോറികളിൽ യാത്ര ചെയ്തും, അങ്ങനെ വടക്കോട്ട് പോവുകയാണ്. ഹിമാലയമാണ് ലക്ഷ്യം. ഹിമാലയമാണ് ലക്ഷ്യം.